നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ശരി മേരി രാജേശ്വരി, ശരി മേരി രാജേശ്വരി. A journey through Ambli's world of art. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനും ചിത്രകാരനുമായ ശ്രീ അമ്പിളി, അദ്ദേഹത്തിൻ്റെ ചിത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 1, അതായത് ഇന്നു മുതൽ 15 ദിവസത്തേക്കാണ് ചിത്ര പ്രദർശനം നടത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ, നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗാലറിയിൽ കാണാം. ചാലക്കുടിയിലുള്ള ആർട്ട് ഗാലറിയിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ്, അമ്പിളി സാറിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് പ്രദർശന സമയം കഴിഞ്ഞിട്ടും അവിടുത്തെ അധികാരികൾ ഒരാഴ്ചയും കൂടി ആ ചിത്ര പ്രദർശനം നീട്ടുമോ എന്ന് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സ്നേഹത്തോടെ സമ്മതിക്കുകയുമുണ്ടായി. സോ അത്ര വിജയകരമായിരുന്നു ചാലക്കുടിയിലുള്ള ചിത്ര പ്രദർശനം. അതുപോലെ തന്നെ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലുള്ളവർ ഒട്ടും പുറകോട്ടല്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ 15 ദിവസത്തേക്ക്, അതായത് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 15-ാം തീയതി വരെ നടത്തുന്ന ഈ ചിത്ര പ്രദർശനവും നമ്മൾ വിജയകരമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട, പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, മലയാളത്തിന് ഒരുപാട് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം വിനയൻ സർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈയോടുകൂടി സ്വാഗതം ചെയ്യാം വിനയൻ സർ. സത്യൻ സർ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട നടൻ സത്യൻ സാറിന്റെ മകനായ സതീഷ് സത്യൻ, ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. സർ സ്വാഗതം. അമ്പിളി സർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംവിധായകനായ ശ്രീ വിനയൻ സർ നിർവഹിച്ചതായി നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനും ആശംസകൾ നേരാനുമായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സ്വാഗതം. ബഹുമാന്യരെ, പ്രിയങ്കരനായ സതീഷ് സത്യൻ, അമ്പിളിച്ചേട്ടൻ, വളരെ സന്തോഷമുണ്ട്
അടിമുടി കലാകാരനായ, സത്യത്തിൽ കേരളം വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ലാത്ത, മലയാളം കണ്ട ഒരു ക്ലാസിക് ഫിലിം മേക്കറായ, ആർട്ട് ഡയറക്ടറായ, നല്ലൊരു ഫോട്ടോഗ്രാഫറായ, അതിലൊക്കെ ഉപരി കേരളം കണ്ട ഏറ്റവും നല്ലൊരു ചിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അമ്പിളിച്ചേട്ടൻ. അമ്പിളിച്ചേട്ടൻ്റെ ഇതുപോലുള്ള ഒരു ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ മലയാളത്തിൽ അമ്പിളിച്ചേട്ടനെ ശരിക്ക് അളന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടന് കിട്ടേണ്ട അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അതിൻ്റെ കാരണവും നമുക്കറിയാം. സിനിമ എന്ന് പറയുന്ന ഒരു മേഖല എങ്ങനെയാണ്. സിനിമ ഒത്തിരി ഗ്ലാമറും ഒത്തിരി പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന മേഖല പോലെ തന്നെ അതിനൊരു മറുവശവുമുണ്ട്. അതിന് പ്രത്യേക ലോബികൾ ഉണ്ടായിരിക്കണം, അതിനകത്ത് കയറണം. ഒരു എന്താ പറയുക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാനതൊക്കെ തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ പറയാം. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അന്നന്ന് കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു നെറികെട്ട ഫീൽഡാണ് ഈ ഗ്ലാമറിനൊപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു മറുവശവും അങ്ങനെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമ്പിളിച്ചേട്ടനും ഭരതേട്ടനും ഒക്കെ ഒരുമിച്ചാണ് ഈ പറയുന്ന ഫൈൻ ആർട്സ് സ്കൂളിൽ പഠിച്ചതും ഇറങ്ങിയതും ഒക്കെ. അഷ്ടപതിയോ വീണപൂവോ മൗനരാഗമോ സ്വന്തം ശാരികയോ ഒക്കെ കണ്ടിട്ടുള്ള ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കറിയില്ല. 83-ലാണ് അമ്പിളിച്ചേട്ടൻ്റെ പടം. ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആരും ആ കാലഘട്ടത്തിലെ ഒരു നമ്പർ 1 ഫിലിം മേക്കർ ആണ് അമ്പിളി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ടും എന്തുകൊണ്ട് അമ്പിളിച്ചേട്ടൻ ഭരതേട്ടനെ പോലെയൊക്കെ ആ രീതിയിലായില്ല എന്നതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സിനിമ എന്ന് പറയുന്ന നമ്മുടെ മേഖല അതൊരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയും ഒരു ലോബിയുടെയൊക്കെ കയ്യിലാണ്. അത് ആ ലോബിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യം കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സത്യമാണ്. പലരും അത് സമ്മതിക്കില്ല. ഞാനത് ഉടച്ച് പറയുന്ന ആളാണ്. അത് തന്നെയാണ് സത്യം. കാരണം എത്തിക്സിന്റെ ഒരു സത്യസന്ധമായ വഴികളൊന്നും ഇല്ലാത്ത അവനോൻ പിടി എന്ന് പറയുന്ന ഒരു ലൈനിലാണ് സിനിമയുടെ ഒരു പോക്ക്. അവിടെ അന്നൊന്ന് ജയിക്കുന്നവരാണ്, വിജയം മാത്രമാണ് സിനിമയുടെ ഒരു അവസ്ഥ. ആ ലെവലിലുള്ള അമ്പിളിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും ഏജ് ആയതിനപ്പുറം ഈ ഒരു മേഖലയിൽ ചിത്രരചന കണ്ടെത്തിയത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഒത്തിരി നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അമ്പിളിച്ചേട്ടൻ്റെ മാനസികമായ അമ്പിളിച്ചേട്ടൻ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, നമ്മൾ എൻജോയ് ചെയ്ത് വേണം ഏത് വർക്കായിക്കോട്ടെ, ഒരു കൊച്ചു വർക്കാണെങ്കിൽ കൂടി, അതൊരു പെയിന്റിങ് അല്ല, നൃത്തമാണല്ല, പാട്ടല്ല, ഒരു കോമ്പയറിങ് അല്ല, എന്താണേലും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് തരുന്ന ഒരു ഊർജവും പ്രസരിപ്പും ഒക്കെ വേറെയാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന വര. അതിനീ പറയുന്ന ഒരു ലോബിയുടെ ആവശ്യമില്ല. സ്വന്തം ബ്രെയിനും ബ്രഷും ഉണ്ടെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ അമ്പിളിച്ചേട്ടന് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കറിയാം, ഞാനും ഈ പറയാൻ കാര്യമുണ്ട്, എൻ്റെ ഫൈറ്റ് കാലഘട്ടത്തിലൊക്കെ ഒരു സീനിയർ സംവിധായകനെക്കാളിലൊക്കെ ഞാൻ വരുന്നത് 90-കളിലാണ്. അമ്പിളിച്ചേട്ടന് അതിനൊക്കെ നേരത്തെ വന്ന ആളാണ്. അമ്പിളിച്ചേട്ടൻ്റെ ഒത്തിരി ഹെൽപ്പുണ്ട്. ഒരുപക്ഷെ ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഒരു ചരിത്ര സിനിമ വരെ ലാസ്റ്റ് ചെയ്ത് തെളിയിക്കാൻ എനിക്ക് സാധിച്ചതിനകത്ത് ഞാൻ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഫൈറ്റിനൊന്നും പോയിട്ടില്ല, പാവമാണ് അമ്പിളിച്ചേട്ടനൊരു വേറൊരു. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഒരു സൂപ്പർ താരങ്ങളുടെയും പിൻബലം ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ശാഠ്യം പിടിച്ച ഒരാളാണ്. അതിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടായത്. അത് സുപ്രീം കോടതി വരെ പോയി അവിടെ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ കൊടുത്ത് ഇവന്മാർക്ക് എല്ലാം ഫൈൻ മേടിച്ചു കൊടുത്തു, ഏറ്റവും ഡിസഡ് മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ച് ഇൻഡസ്ട്രിയിട്ട് വന്നത്. അങ്ങനെയാണല്ലോ ഏത് മേഖലയായിക്കോട്ടെ, സിനിമയല്ല നാടകമല്ല, ആരാണെങ്കിലും നമ്മുടെ വ്യക്തിത്വം ഉണ്ടല്ലോ, നമ്മുടെ പേഴ്സണാലിറ്റി,
അത് വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഫൈറ്റിന് 10 വർഷമാണ് എനിക്ക് പോയത്. ഞാൻ 45 സിനിമ ചെയ്തെങ്കിൽ എനിക്ക് തോന്നുന്നു 10-15 സിനിമ കൂടെ ചെയ്യാൻ. ഒരു വർഷം 3 സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി അസോസിയേഷൻ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ സൂപ്പർ താരങ്ങൾക്ക് ഉടക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു സോറി പറയാനൊന്നും എന്നെ കിട്ടില്ല എന്നുള്ള വാശിക്ക് ഞാൻ മാറിയെന്നതും അവരെന്നെ വിലക്കിയതും. അതാണ് നമ്മുടെ ജന്മകുടിയാമ്പന്തം നിലനിൽക്കുന്ന ഏക മേഖല ഇന്നും സിനിമയാണ്. നാടൊത്തിരി പുരോഗമിച്ചു ഭയങ്കരമായിട്ട്. പക്ഷെ അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമ്പിളിച്ചേട്ടന് നമ്മളെ ഞെട്ടിക്കുന്ന ഒത്തിരി ക്ലാസിക്കുകളൊന്നും തരാൻ പറ്റാതെ പോയതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിവേ, ഈ വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ തനതായ മുദ്ര പതിപ്പിക്കാൻ പറ്റുന്ന ഈ ആർട്ടിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒത്തിരി, ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. സത്യമാഷയൊക്കെ പടം വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും മാത്രമല്ല അമ്പിളിച്ചേട്ടൻ്റെ ചിത്രങ്ങൾ ബാക്കിയൊക്കെ കാണുമ്പോൾ അനുഗ്രഹിക്കുന്ന കലാകാരൻ്റെ കഴിവിനെ പറ്റി ഞാൻ അനുമോദിക്കുന്നു. ബഹുമാനായ സതീഷ് സത്യനോട് പണ്ട് തരങ്കണിയിലെ മാനേജറായിരിക്കും എന്നിട്ട് നമുക്കറിയാം. സത്യമാഷ മകൻ. കണ്ണിന് എനിക്ക് തോന്നുന്നു 5% കാഴ്ചയുള്ളൂ ഇപ്പോൾ. എങ്കിലും നമ്മൾ കാണേണ്ടത് നമുക്ക് അത്തരം ഒരവസ്ഥയിലും അന്തർമുഖനായിട്ട് ഒളിച്ചു പോകാതെ ഇന്നും എവിടെ ഇതിനു മുമ്പ് ഞാൻ കണ്ട എനിക്ക് തോന്നുന്നു ഷീലാമ്മയും ശാരദമ്മയൊക്കെ ആയിട്ടുള്ളൊരു മീറ്റിങ്ങിലായിരുന്നു. ഏതോ അവാർഡിന് JC അവാർഡ്. അതെ അങ്ങനെയുള്ള ഒരു അവാർഡിനായിട്ട് എനിക്കെന്നൊരു അവാർഡ് ഉണ്ടായിരുന്നു. അന്നും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. അമ്പിളിച്ചേട്ടൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. യുവത്വത്തിലോട്ട് വരട്ടെ. ചിത്രകാരന്മാരങ്ങനെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 25 വർഷം പിന്നിലോട്ട് പോയി വീണ്ടും നല്ല നല്ല വരകൾ വരയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് വിനയൻ സർ. 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് സതീഷ് സത്യൻ സാറിനെ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, വളരെയേറെ അഭിമാനത്തോടുകൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം എൻ്റെ പഴയൊരു സുഹൃത്തായ, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ തമ്മിൽ അമ്പിളിയും ഞാനുമായിട്ട് ഏതാണ്ട് 45 വർഷത്തോളം ഉള്ള സ്നേഹബന്ധം ഇന്ന് ജീവിതത്തിൽ എൻ്റെ അനുഭവം കൊണ്ട് അലിഞ്ഞുപോയ അല്ലെങ്കിൽ അപ്രത്യക്ഷമായ ഒരു വാക്കാണ് ആത്മാർത്ഥത. കാരണം ഇന്ന് മിക്കവാറും ഫീൽഡിൽ ഒരു അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു വാക്കിന് പ്രസക്തിയില്ല എന്ന് പലരും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഒരു സിനിമാ കുടുംബത്തിലെ അംഗങ്ങളായി വളരെയേറെ ഒരുമിച്ച് സന്തോഷിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ശ്രീ അമ്പിളി വളരെയേറെ വിനയൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ ക്ലാസിക്കുകളായ പടങ്ങൾ എടുത്ത് കണ്ടവരും വളരെയേറെ അതിനെ സ്നേഹപൂർവം അവര് കൈക്കൊണ്ടു. പക്ഷേ വളരെയേറെ മര്യാദ, എനിക്ക് തോന്നുന്നു അമ്പിളിക്ക് മര്യാദ വളരെ കൂടിപ്പോയെന്നു. വളരെയേറെ വിനയാന്വിതമായി മാറി നിന്ന് തൻ്റെ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ട് അദ്ദേഹം വളരെയേറെ ഒതുങ്ങി നിന്ന ഒരു കലാകാരനാണ്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇവിടെ ആരുമില്ല. വിനയൻ സാർ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഏതെങ്കിലും ലോബിയിലോ പാർട്ടിയിലോ ഒക്കെ നമ്മൾ ചേർന്നാൽ മാത്രമേ ഒരു കലാകാരന് പോലും ഒരു അസ്തിത്വം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ള ഒരു കാലഘട്ടത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തവർ, ഇടത്തോട്ടോ വലത്തോട്ടോ ചായ്വില്ലാത്തവർക്ക് നേരെ നിൽക്കുന്ന വിനയൻ സാറിനെ പോലെ പലർക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കലാരംഗമാണ് സിനിമ. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതിശയിക്കണ്ട, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. അന്നൊക്കെ വളരെ ഗോപ്യമായിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് വളരെ തുറന്ന ഒരു സ്ട്രീറ്റ് ഫൈറ്റിന്റെ
രീതിയിലേക്ക് പോയി. അതില് വളരെ ചുരുക്കം പേര് ശ്രീ വിനയനെ പോലെ വാ എന്ന് പറഞ്ഞ് മുട്ടും മടക്കി കുത്തി ഇറങ്ങി നമുക്ക് നേരിടാം എന്നുള്ള ആ ധൈര്യത്തോടെ ഇറങ്ങുന്ന വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ അമ്പിളിയുടെ കാര്യം പറഞ്ഞാൽ അത് തികച്ചും വ്യത്യസ്തമാണ്. അന്നും ഇന്നും സ്നേഹിക്കാനും മാത്രം അറിയുന്ന ഒരു ദേഹമാണ് അമ്പിളി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് ചെയ്തിരുന്ന പടങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിലെ പലരും കണ്ടു കാണുകയില്ല. ഇന്ന് യൂട്യൂബും ഗൂഗിളും ഒക്കെ ഉള്ള കാലത്ത് ഇപ്പോഴത്തെ തലമുറ അതൊക്കെ കാണണം. പണ്ട് ചെയ്തിട്ടുള്ളവരുടെ യഥാർത്ഥമായിട്ട് ആ പടത്തിലെ കലാമൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനെങ്കിലും സമയമെടുക്കണം. ഈ ന്യൂജൻ എന്ന് പറയുന്നത് മോശമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളും അന്നത്തെ പഴയ സിനിമ പ്രവർത്തകരായ ഞങ്ങളെപ്പോലെയുള്ളവർ പഴയ സ്കൂളിൽ പഠിച്ചവരാണ്. ആ സ്കൂള് മോശമാണെന്ന് പറയരുതേ. അന്നത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂൾ ഓഫ് ആർട്സ് തന്നെയായിരുന്നു. ആ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ച ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സിനിമകൾ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ആസ്വദിക്കാൻ പറ്റുന്നില്ല. പലതും സിനിമയാണോ എന്ന് തോന്നിപ്പോകും. കാരണം കഥ ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല, നല്ല ഗാനങ്ങൾ രചിച്ച് കേൾക്കുന്നില്ല. വളരെ വിരളം ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. മുഴുവനും ഞാൻ ആക്ഷേപിക്കുകയല്ല. പക്ഷേ വളരെ ചുരുക്കം മാത്രമേ നല്ല ലിറിക്സും നല്ല ഗാനങ്ങളും ഒക്കെ ഇന്നത്തെ കാലത്ത് കേൾക്കുന്നുണ്ട്. അതൊരു മൂല്യച്യുതിയാണെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും അല്ല. ഇന്നത്തെ ന്യൂ ജനിന്റെ ഭാഷയിൽ നല്ല ചിത്രങ്ങളാണെന്ന് അവർ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഈ പഴയ ചിത്രങ്ങൾ, വിനയൻ സാറിന്റെ തന്നെ പഴയ ചിത്രങ്ങളെല്ലാം നിങ്ങളൊന്ന് എടുത്ത് കാണുക. ഒരു സ്റ്റഡി, അമ്പിളിയുടെ പഴയ ചിത്രങ്ങളെല്ലാം എടുത്തൊന്ന് കാണുക. യൂട്യൂബിൽ കാണാമല്ലോ. കണ്ടിട്ട് നിങ്ങൾ പറയുക അന്നത്തെ ചിത്രങ്ങൾക്കുള്ള കലാമൂല്യം എത്രത്തോളം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ അമ്പിളി ഒരു സിനിമാ സംവിധായകനോ ഒരു ആർട്ട് ഡയറക്ടറോ ഒന്നും മാത്രമായിരുന്നില്ല, നല്ലൊരു ചിത്രകാരൻ കൂടിയാണെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ച കാലമാണ്. അദ്ദേഹത്തിൻ്റെ ഇതുപോലെ രചനയിൽ അദ്ദേഹത്തിൻ്റെ പെയിന്റിങ്സിൻ്റെയും മറ്റും ഉള്ള വരകളുടെ ഉത്സവങ്ങൾ പല സ്ഥലത്തും, തൃശ്ശൂർ, കോഴിക്കോട്, ഇപ്പോൾ എറണാകുളത്ത് ഒക്കെ നടന്നിട്ടുണ്ട്. അതിനെ നിങ്ങളെല്ലാം കാണുക, ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ശ്രീ അമ്പിളിയുടെ ജീവിതത്തിലെ ജേണി ത്രൂ, അദ്ദേഹത്തിൻ്റെ ജേണി ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. അദ്ദേഹം ഇനിയും അനേകം ചിത്രങ്ങൾ രചിച്ച് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ എന്നുള്ളത് അദ്ദേഹത്തിന് മറ്റൊന്നും ഒരു ചിന്തയില്ല. അത് അപ്രീഷിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ അദ്ദേഹത്തിൻ്റെ കലാജീവിതം തുടരുകയാണ്. അതിന് നമ്മുടെ ഏവരുടെയും പ്രോത്സാഹനവും ഉണ്ടാവണം എന്ന് ആശംസിക്കുന്നു. നല്ലത് വരട്ടെ അദ്ദേഹത്തിന് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ. നമസ്കാരം. താങ്ക് യു സോ മച്ച് സതീഷ് സർ. അമ്പിളി സാറിൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തും അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടുള്ള മിസ്റ്റർ വാസൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. അമ്പിളിയുടെ കൂടെ വളരെ വർഷങ്ങളായി. അതായത് അമ്പിളി ആദ്യം ഒരു പടം ഇറക്കി എന്ത് വീണപൂവാണ്. ആ വീണപൂവ് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ അമ്പിളി ചെയ്ത് കഴിഞ്ഞ ചാമിൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. ആ പടം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 പടം അദ്ദേഹം ചെയ്ത 12 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ 2 പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അത് വേറെ ചില പടങ്ങളുടെ അതിൻ്റെ ക്ലാഷൊക്കെ വന്നിട്ട് അങ്ങനെ പറ്റാണ്ട് പോയതാണ്. അപ്പോൾ അതിന് ശരിക്കും ദുഃഖമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പടം മിസ് ചെയ്ത് പോയി. അതിൽ വലിയ വിഷമമുണ്ട്. അപ്പോൾ നമ്മളിതിനെ ആദ്യ പടം തൊട്ടിട്ട് അറിയുന്നതിൻ്റെ പേരിൽ അപ്പോൾ പിന്നെ എനിക്ക് വളരെ സംശയമുള്ളത്
അമ്പിളിനെ ഡയറക്ടർ എന്നാണോ പറയേണ്ടത്, അതൊരു ചിത്രകാരൻ എന്നാണോ പറയേണ്ടത്, അത് ഒരു ആർട്ട് ഡയറക്ടർ എന്നാണോ പറയേണ്ടത്, അത് പിന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നാണോ പറയേണ്ടത്, നടൻ എന്നാണോ പറയേണ്ടത്, ഗായകൻ എന്നാണോ പറയേണ്ടത്, ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ ഏതാണ് അദ്ദേഹത്തിലെ മികച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും തീർത്തു പറയാൻ കഴിയില്ല. എല്ലാത്തിലും മികച്ചത് തന്നെയാണെന്ന് പറയേണ്ടി വരും. എല്ലാ കാര്യത്തിലും അദ്ദേഹം തൊട്ടിട്ടുള്ള, അദ്ദേഹം ചെയ്യുന്ന എല്ലാത്തിലും ഒക്കെ ക്ലാസിക്കായിരിക്കും. അതൊക്കെ മനോഹരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ചിത്രകലയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. അതിനെ കണ്ട് ആസ്വദിക്കാനായിട്ടൊക്കെ കഴിയും, പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നില്ലാണ്ട് ആ നിറം എന്താണ്, നിറങ്ങൾ പോലും ശരിക്കും തിരിച്ചറിഞ്ഞിട്ടായിരിക്കും. ഇത് ചുവപ്പാണോ പച്ചയാണോ, ആ ചുവപ്പ് പച്ച എന്നൊക്കെ പറഞ്ഞാൽ അറിയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ചില പുതിയ നിറങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ശരിക്കും അങ്ങനെ വിവേചിച്ചറിയാനായിട്ട് അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ അമ്പിളിയിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, അതുപോലെ ഈ ആദ്യത്തെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴേ അത് ഒരു ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ നമുക്ക്. എത്രയോ എക്സ്പീരിയൻസ് ഉള്ള, എത്രയോ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഡയറക്ടർ വർക്ക് ചെയ്യുന്നത് പോലെ ആദ്യത്തെ പടം പോലും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് ഡയറക്ടർമാരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, തമിഴിലും മലയാളത്തിലും ഇതൊക്കെ ഒരുപാട് ആൾക്കാർ, ഒരു 10-30 ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വെച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോഴേ ചില പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് പേടിച്ച് വിറച്ച്, എനിക്കറിയുന്ന ഒരാളെ, അദ്ദേഹത്തിന് ഒരു പ്രൊഡ്യൂസർ, വളരെ പ്രസിദ്ധനായ ഒരു പ്രൊഡ്യൂസർ, നിങ്ങൾ എൻ്റെ അടുത്ത പടം ഡയറക്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ ഉടനെ ഇയാൾ തലയിട്ട് വീണു, ആശുപത്രിയിലായി. അപ്പം അങ്ങനത്തെ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പിന്നെ അയാൾ ആ പറഞ്ഞ പ്രൊഡ്യൂസറുടെ കൂടെ നിന്ന് ഒരു പടം ഡയറക്റ്റ് ചെയ്തു. പിന്നെ പ്രൊഡ്യൂസറുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മാനേജറായി, ഡിസ്ട്രിബ്യൂട്ടറുടെ മാനേജറായി, അങ്ങനെയൊക്കെ വലിയ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ പടത്തിൽ, അമ്പിളിയുടെ ആദ്യത്തെ പടത്തിൽ പോലും അത് ഒരു പുതിയ സംവിധായകനാണ് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ, അതുപോലെ ഇതിൻ്റെ സിനിമ ചില ടെക്നിക്കൽ ചീറ്റ് ചെയ്തിട്ട് എടുക്കാന്നൊക്കെ പറയും. എൻ്റെ അമ്മോ, എന്തോരം അതിശയിപ്പിക്കുന്ന രീതിയിൽ ചീറ്റ് ചെയ്യാന്നറിയോ. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനം, അല്ലെങ്കിൽ അതിവിദഗ്ധനാണ് അതിലൊക്കെ. അതെനിക്ക് തോന്നുന്നത് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു മേന്മയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് അത്ര അത് അങ്ങനെ ചെയ്യാനൊന്നും കഴിയില്ല. ഉമാ സ്റ്റുഡിയോയിലൊക്കെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ, അതുപോലെ അമ്പിളിയിൽ കൂടെ ഞാൻ അമ്പിളി ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ ഒരു പടത്തിലേ ഇപ്പോൾ പല ആർട്ട് ഡയറക്ടർമാരും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഈ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രെയിമിൽ കൂടെ നോക്കണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്പിളി ഒരു ഷോട്ട് വെച്ചാൽ, ഡയറക്ടർ ക്യാമറാമാൻ ഒരു ഷോട്ട് വെച്ചാൽ അമ്പിളി ക്യാമറയിൽ കൂടെ വന്ന് നോക്കും. അത് മൂവ്മെൻ്റ് ഉള്ളതാണെന്ന് വെച്ചാൽ ആ മൂവ്മെൻറ്റിൽ കൂടെ അയാൾ പോയി നോക്കും. നോക്കിയിട്ട് അവിടെ എന്ത് വേണം, ഏത് വേണം, അവിടെ എന്താണ് കുറവ്, ഏതാണ് കുറവ്, അവിടെ ലൈറ്റിൻ്റെ എന്താ പ്രശ്നം, ഏതാ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട രീതികളിലൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന, അതിമനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ് അമ്പിളി. അപ്പം ആ ആൾക്ക് പിന്നെ ഈ ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ, ചില ഒരു വലിയ പ്രശ്നമല്ലല്ലോ അത്. അതുപോലെ ഞാൻ വേറൊരു അനുഭവം, അമ്പിളിയിൽ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ഓട്ടോഗ്രാഫ് മേടിക്കാനായിട്ട് ആൾക്കാർ വരുമല്ലോ. സിനിമാ തിയേറ്ററിൽ ക്യൂ നിന്നിട്ട്, പിന്നെ ക്യൂ നിൽക്കുന്നത് പോലെ അമ്പിളിയിലായിരുന്നു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിശയിച്ചത് എന്താ ഇങ്ങനെ സംഭവം. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഓട്ടോഗ്രാഫ് അമ്പിളി എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആളെ വരച്ചു കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ വിശേഷം. ആ ആള് ഇപ്പോൾ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ പെൺകുട്ടി, ആൺകുട്ടിയാണെന്ന് വെച്ചാൽ ആൺകുട്ടി. ചെന്നാൽ അവൻ്റെ മുഖത്തൊന്ന് നോക്കുന്നു, ഈ കടലാസിൽ നോക്കുന്നു, കട എന്ന് വെച്ചിട്ട് 4 വരെ ആ ആളായിരിക്കും. പിന്നെ വിടുവര് ഇത് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ ക്യൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അമ്പിളിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല, ആൾക്കാർ വന്ന് ക്യൂ നിൽക്കണം. അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളും കൊണ്ടുവന്നിട്ടുള്ള, അപ്പോൾ ഈ ഓട്ടോഗ്രാഫ് എഴുതുന്നതിൽ പോലും അങ്ങനെ പല വ്യത്യാസങ്ങളും. പിന്നെ പല കാര്യങ്ങളിലും ഒരു നാടകം, അമ്പിളിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു നാടകത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ആ നാടകത്തിൻ്റെ സ്റ്റേജ്, നാടകത്തിൽ അഭിനയിക്കുന്നതിനുള്ളൊക്കെ കഴിവെന്നൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ ഒരു നിർഭാഗ്യം. അതുപോലെ അമ്പിളി ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങൾക്കും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് അവാർഡുണ്ട്, ഏതെങ്കിലും ഒരു തരത്തിൽ. പക്ഷെ അമ്പിളിക്ക് കിട്ടുന്നില്ല.
അമ്പിളിയായിരിക്കും അതിൻ്റെ പിന്നിൽ ചെയ്ത കാര്യമൊക്കെ. അതിപ്പോൾ ഒരു പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അമ്പിളിക്ക് ഒരു പടത്തിൽ അമ്പിളിയല്ല ആർട്ട് ഡയറക്ടർ, പക്ഷെ അമ്പിളിയാണ് ആർട്ട് ഡയറക്ടർ. ആ പടത്തിൽ ചെയ്തിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടുള്ളത് അമ്പിളിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ ആളുടെ പേര് വയ്ക്കേണ്ടി അയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അമ്പിളിയാണത് ചെയ്തത്, ഞാൻ കണ്ടാളാണ്. ഞാൻ അതിൻ്റെ പിന്നാലെ അത്രയും ദിവസത്തെ ഇതായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില നിർഭാഗ്യം ആ അമ്പിളിയുടെ കൂടെയുണ്ട്. അതെന്താണെന്ന് അറിയില്ല നമുക്ക്. എന്തായാലും ഇനിയും ഇതുപോലെ ഞാൻ അമ്പിളിയുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഈ പടം വരയ്ക്കുന്നതിൻ്റെ പകുതിയൊക്കെ കണ്ടിട്ടൊക്കെ കാണാറൊക്കെ ഉണ്ട്. പകുതി കാണുന്നത് പിന്നീട് ഒരിക്കൽ ചെല്ലുമ്പോൾ അത് പൂർത്തിയായിട്ട് കാണുന്നത് ഇങ്ങനെയൊക്കെ കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് നല്ലപോലെ അറിയാം. ഇനിയും ധാരാളം ചിത്രങ്ങൾ അമ്പിളി വരയ്ക്കട്ടെ, നമുക്കൊക്കെ സന്തോഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് വാസൻ സർ. അടുത്തതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്പിളി അങ്കിളിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രകലയെപ്പറ്റി സംസാരിക്കാനും ഒപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുവെക്കാനും ക്ഷണിക്കുന്നു. ഒരു വല്ലാത്ത ഒരു മുഹൂർത്തമാണ് ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി 5 മണിക്ക് നമ്മുടെ ചിത്രപ്രദർശനത്തിൻ്റെ ഉദ്ഘാടന സമയം. ഇവിടെ ഇരുന്ന് ഞാനങ്ങനെ ആലോചിച്ചതൊന്നും എൻ്റെ സിനിമയെക്കുറിച്ചും എൻ്റെ ചിത്രകലയെക്കുറിച്ചൊന്നും ആയിരുന്നില്ല. ഞാൻ പിന്നിട്ട കുറേ വഴികൾ ഞാൻ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നിന്ന് ആലോചിച്ചു പോയി. എങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തി എന്നുള്ളത്. ഞാൻ ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറായിട്ട് കല്യാണത്തിന് ഫ്ലാഷ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലാണ്. തോളിൽ ഫ്ലാഷിൻ്റെ ബാറ്ററിയാണ് ക്യാമറ. ആ കാലം കഴിഞ്ഞ് പിന്നീട് നാടകരവത്ത് വന്നു. KPSC മുതൽ പെരുമ്പാവൂർ നാടകശാല, അതുപോലെ PJ ആന്റണിയുടെ PJ തിയേറ്റേഴ്സ്, ശ്രീമുളകൻ വിജയേട്ടൻ്റെ നാടകം, മോഹൻ്റെ, AM ഗണേശ്, അബ്ദുൽ ചന്ദ്രൻ്റെ കഴിമ്പറും വിജയം, ഇങ്ങനെ തുടങ്ങിയ എത്രയോ നാടകങ്ങൾക്ക് ഞാൻ രംഗപടം ഒരുക്കി. ഒരുപാട് മേക്കപ്പ് മാനായി. കലാമണ്ഡലം, പ്രശസ്ത കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം ലത, കലാക്ഷേത്രം രേഖാമേനോൻ, ഇവർക്കെല്ലാം ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും ഫോക്ക് ഡാൻസിനൊക്കെ മേക്കപ്പിന് പോയി. ഒരുപാട് കോൺവെൻറ്റുകളിലൊക്കെ ഡാൻസിന് പോയി, മറ്റേ മേക്കപ്പിന് പോയി. അത് കഴിഞ്ഞ് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ 1971 ഞാനൊന്ന് ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഇന്നത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് വിനയനായിട്ട് സംസാരിക്കുകയായിരുന്നു. ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അബ്ദുൽ ചന്ദ്രാപ്പിന് എൻ്റെ നാടകൃത്താണ്. അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾ ഒന്ന് രാമുകാരിയായിട്ട് മധുസാറ്, വൈക്കമ്പതി ബഷീറൊക്കെ ഉണ്ടുള്ള സ്റ്റേജിൽ. അപ്പോൾ അതിന് അബ്ദുൽക്കാരുടെ കയ്യിലൊരു ഡയറി ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിനകത്ത് വൈക്കമ്പതി ബഷീറിൻ്റെ ഒരു സ്കെച്ച് വരച്ചാൽ പുള്ളിയുടെ വലിയ ആരാധന കഥാപാത്രമാണ് വൈക്കമ്പതി ബഷീർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറിയുടെ ആദ്യത്തെ വരയും ഒരു നിലത്തൊരു പേജിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്കെച്ച് പെട്ടെന്ന് വരച്ചു. ആൾക്കൂട്ടത്തിലിരുന്നു. കാര്യമായിട്ടും മധുസാറും വൈക്കമ്പതി ബഷീർക്കോട് താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അബ്ദുള്ളക്ക് അതിന് മുകളിൽ ഒരു സിഗ്നേച്ചർ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, നിങ്ങൾ വരച്ചതാണോ എന്ന് ചോദിച്ചു മറ്റേ അബ്ദുള്ളക്കോട്. അപ്പോൾ അതല്ല, ഈ പയ്യൻ വരച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പേര് ചോദിച്ചു, എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇവിടെ ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ ആർട്ടാണ്. ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണെങ്കിൽ ആർട്ടാണ് അവിടെ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാമുകാരിയായിട്ട് എന്നെ വിളിപ്പിക്കുകയാണ് രാമനിലയത്തിലേക്ക്. അദ്ദേഹം 71 ഇലക്ഷൻ നിൽക്കുന്നു. നമ്മുടെ ചെമ്മീൻ്റെ ഒക്കെ അറിയാം, നെല്ല്, ചെമ്മീൻ, 7 രാത്രികളൊക്കെ എത്രയോ പടങ്ങൾ ചെയ്ത ഡയറക്ടറിനെ വിളിപ്പിക്കുകയാണ്. എനിക്ക് 15-16 വയസ്സേ ഉള്ളൂ.
അദ്ദേഹം പറഞ്ഞു എൻ്റെ ഇലക്ഷൻ്റെ പോസ്റ്റർ ബ്രോഷർ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. നേരത്തെ വാസം പറഞ്ഞ മാതിരി ഡയറക്റ്റ് ഞാൻ പറഞ്ഞപ്പോഴേക്കും ബോധം കെട്ട് വിടുന്ന മാതിരി ഞാൻ ബോധം കെട്ട് വിടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം രാമു കാര്യട്ട് എന്ന് പറയുന്നത് ഭയങ്കര ലെജൻഡ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ചെമ്മീനിൽ നമ്മളൊന്ന് എടുത്താൽ അറിയാം. സത്യം മാഷ്, നമ്മുടെ സത്യൻ്റെ അച്ഛൻ, കൊട്ടാരക്കര ശ്രീധരൻ, മധുസാറ്, ഷീല, SP പിള്ള, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അടൂർ പങ്കജം തുടങ്ങി വലിയത്. അതുപോട്ടെ ക്യാമറ മാസ് പാട്ടിൽ, സംഗീതം സലി ചൗധരി, പാടുന്നത് മന്നാട്, എഡിറ്റ് ചെയ്യുന്നത് മുകേഷ് മുഖർജി. ഇങ്ങനെ വലിയ വമ്പന്മാരെ കൊണ്ടുവന്നിട്ടുള്ള ഒരാള് 10-15 വയസ്സായി എന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യിക്കാന്ന് പറയുമ്പോഴത്തേന്ന കാര്യം സത്യത്തിൽ ബോധം ഈ പറഞ്ഞ മാതിരി ബോധം കെട്ടി വീണെന്ന് മാത്രമേ ഉള്ളൂ. ഞാനെന്നെ വിളിപ്പിച്ചത് വിചാരിച്ചു, ഞാനെന്നെ അഭിനയിക്കാൻ വിളിപ്പിച്ചു. കാരണം അന്ന് ഇതേപോലെ അല്ല, ഇങ്ങനെ ശുഷ്കിച്ച ശരീരമല്ല. 15 വയസ്സത്തെ ഓജസ്സും തുടുത്ത കവളൊക്കെയുള്ള പയ്യനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അഭിനയിക്കാൻ വിളിച്ചതായിരിക്കും പല ബാലനാടകങ്ങളോടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഡിസൈൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പേര് കിട്ടുന്നത്, കാരണം ആ പോസ്റ്ററിൽ മുഴുവനും രാമുകാരട്ടിനേക്കാളും വലിയ അക്ഷരത്തിൽ എൻ്റെ പേര് എഴുതി വെച്ചു താഴെ, അമ്പുള്ളി ചന്ദ്രാപ്പിൻ. ആൾ കാണട്ടെ വിചാരിച്ചിട്ട്. അവിടെ നിന്നുള്ള എൻ്റെ പ്രയാണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാടകങ്ങളിൽ തോപ്പിൽ വാസിയും കാലടി ഗോപിയും ശ്രീമല വിജയേട്ടനും ബീജാനടിയും തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ശരിക്കും ആസ്വദിക്കുന്നവർ പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്ത് വിനയനായിരിക്കും. വിനയനും നാടകലോകത്തു നിന്ന് വന്നൊരാളാണ്. അഭിനയം എന്താണെന്ന് അറിഞ്ഞ ആളാണ്, പഠിച്ച ആളാണ്, രംഗത്ത് അവതരിപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞാനത് പറയുമ്പോൾ ശരിക്ക് വിനയനത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയാം. പിന്നെ രാമു കാര്യമായിട്ട് തന്നെ അവിടെ തൃശ്ശൂർ ഒക്യുപ്പേഷൻ മറ്റേ ഉമാ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ്സെറ്റ് പ്രസ്, അന്ന് ഓഫ്സെറ്റ് പ്രസ് അധികമില്ല, ആകെ 2 ഉള്ളൂ. നെക്സ്റ്റ് റെഡിയാറ് എറണാകുളത്ത് 1, തൃശ്ശൂരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 71-ലാണത്. അപ്പോൾ രാമു കാര്യമായിട്ട് എന്നെ കാറിൽ പിടിച്ചതിന് കൊണ്ടുപോയിട്ട് ഈ ഉമാ പ്രിൻറ്റേഴ്സ് കാര്യേട്ടൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള റഹ്മാൻ സേട്ടോടെ എൻ്റെ മാനേജർ ചേറ്റുവയില്ല. കാര്യേട്ടൻ്റെ കൂടി ചേറ്റുവയിലാണ്. ഞാൻ നമ്മുടെ പയ്യനാണ്. അപ്പോൾ നമ്മളെ ബ്രോഷറൊക്കെ ഇവിടെയാണല്ലോ പ്രിൻ്റ് ചെയ്ത്, അത് ഈ ഇദ്ദേഹമാണ്. അങ്ങനെ എനിക്ക് അവിടെ എൻ്റെ പഠിപ്പും അവിടെ പീസ് വർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാനായിട്ട് രാമു കാര്യേട്ടൻ്റെ നെല്ല് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ കമ്മിങ് പോസ്റ്റർ ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഞാൻ 69-ൽ വിരുന്നുകാരി എന്ന് പറയുന്ന കെ വേണുവിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ, സിനിമ മാസിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു പണ്ട്. അതുവരെ ഇവിടെ ഇരിക്കുന്ന പഴയ നമ്മുടെ ആൾക്കറിയാം, ഈ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന അതിലേക്ക് വേണ്ടി ഒരു ഡിസൈൻ ഞാൻ വരച്ചു. പ്രൈം മിനിസ്റ്ററും ഷീലയും അബിയൊക്കെ വെച്ച അതാണ് ശരിക്കും എൻ്റെ സിനിമയുടെ ആദ്യത്തെ കയ്യൊപ്പം അതാണ്. അങ്ങനെ ഉമ പ്രിൻറ്റേഴ്സിൽ നിന്ന് പിന്നെ എൻ്റെ ജൈത്രയാത്ര ഉമ സ്റ്റുഡിയോയിലേക്കായിരുന്നു മധുസാറിൻ്റെ. അദ്ദേഹത്തിൻ്റെ സ്വന്തം പടം അസ്തമയം കളറിലാണ്. ചന്ദ്രകുമാർ ഡയറക്ടർ, സത്യനന്ദികയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞാൻ കല സംവിധായകനും പോസ്റ്റർ ഡിസൈനും. അവിടെ സാറിൻ്റെ കൂടെ 7 വർഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ തമ്പി സാറിൻ്റെ പടം, ശ്രീകുമാർ തമ്പി സാറിൻ്റെ പടം, ബാലചന്ദ്രമേൻ്റെ 4 പടം, അതുപോലെ തന്നെ എം കൃഷ്ണൻ നായരുടെ 6-7 പടങ്ങൾ, PG വിശ്വംഭരൻ്റെ പടം, ഇങ്ങനെ പേരെടുത്ത് പറയാൻ എടുത്ത് അത്രയോ സംവിധായകർക്ക് ഞാൻ പോസ്റ്റർ ഡിസൈനും കലാ സംവിധാനം ചെയ്തു. അതിനിടയ്ക്ക് 2 ഹിന്ദി പടത്തിന് ഞാൻ മേക്കപ്പ് മാനായിട്ട് പോയി. ഇതൊക്കെ എന്നിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ആലോചിക്കായിരുന്നു. പക്ഷെ ഇവിടെ എന്നെക്കുറിച്ച് വളരെ കുറച്ച് വാക്കുകളിൽ വിനയൻ പറഞ്ഞത് ഞാനത് അങ്ങേറ്റം ഉൾക്കൊള്ളാണ്. സിനിമ എന്ന് പറയുന്ന ഈ ഒരു മഹാലോകമാണത്. രാഷ്ട്രീയവും ഈ സിനിമയും തമ്മിൽ വലിയ വ്യത്യാസമല്ല, ചെറിയ വ്യത്യാസം അതിനകത്തുള്ളൂ. അവർ സ്ക്രീനിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ അഭിനയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും സിനിമക്കാർ ഇതിൽ അഭിനയിക്കുന്നു. 2 പേരും അതിലൊരു പേരും മുഖത്ത് ചായം തേക്കുന്നില്ല, ഒരു കൂട്ടരും മുഖത്ത് ചായം തേക്കുന്നുള്ളതാണ്. വിനയൻ്റെ ഏറ്റവും വലിയ ഗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ താരങ്ങളുടെയും ഡേറ്റിന് വേണ്ടി പോയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞാനും ചെയ്തത്. എനിക്ക് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഡേറ്റ് കിട്ടിയതാണ്. വാസന അറിയാവുന്നതാണ്.
ഞാൻ MTയുടെ ആദ്യത്തെ ഒരു ചിത്രം റീമേക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതും എനിക്ക് വേണ്ടിയാണ് MT പുറപ്പെടുന്നത്. വർഷങ്ങൾ 38-40 വർഷം മുമ്പാണ് ഈ പറയുന്നത്. അവിടെ നിന്ന് ഞാനും വിനയനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ട അല്ലേ, വിനയൻ്റെ സ്വന്തം ഒരു ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചതെന്ന് കഴിഞ്ഞാൽ സിനിമക്കാർക്കൊരു ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ടാക്സി ഡ്രൈവർ എല്ലാവർക്കും, അവർക്കൊക്കെ വേണ്ടി അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ തന്നെ പറയാം അദ്ദേഹം ഉണ്ടാക്കി. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചില ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഏറ്റുവന്നു. വിനയൻ ഇവിടുത്തെ സൂപ്പർ താരങ്ങളുടെ, സൂപ്പർ സംവിധായകരുടെ മുമ്പിൽ ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമായിരുന്നു. പക്ഷേ വിനയൻ്റെ നട്ടെല്ലാം ഒരു റബ്ബറല്ലാത്തതുകൊണ്ട് അത് വളർന്നില്ല, അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയൻ്റെ കൂടെ അവസാന നിമിഷം വരെ നിൽക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെ അന്തരിച്ചു പോയ കാനൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, രാഷ്ട്രീയ രംഗത്ത് വളരെ കുറച്ച് വിരളെന്ന പേര് അങ്ങനെ ഉള്ളൂ, കുറച്ച് പേര്, അരിമല കാനൻ രാജേന്ദ്രൻ. അങ്ങനെ വിനയൻ അദ്ദേഹത്തിൻ്റെ ചെയർമാനും പ്രസിഡൻ്റാക്കി എന്നെയും വെച്ചിട്ട് 1-2 വർഷം അങ്ങനെ മുന്നോട്ട് പോയി. എന്നിൽ അങ്ങനെയൊക്കെ ചില ഭാരങ്ങൾ ഏൽപ്പിച്ചത് വിനയൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇന്നും ഞങ്ങൾ ദിവസവും ഞാൻ വിനയന് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഞാൻ വരയ്ക്കുന്നത് ഞാൻ അയക്കും. ഒരുപാട് പേർക്ക് അയക്കുന്നുണ്ട്, അതിൽ കൂടുതൽ ഞാൻ അയക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ചിത്രരചനയ്ക്ക് ഒരുപാട് ബൈറ്റ്, വീഡിയോ ബൈറ്റ് അയച്ചു. ശ്രീകുമാരൻ തമ്പി സാറ്, മധു സാറ്, ബാലചന്ദ്രമേനോൻ, നടി ഭാവന, അശോകൻ, ഇവരെല്ലാവരും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വിനയൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്, പിന്നെ ഇവിടെ പറയുന്നതുകൊണ്ട് പിന്നെ അത് ഇതിലെ മാത്രം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്ന് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അമേരിക്കയിൽ നിന്ന് എനിക്കൊരു വീഡിയോ ബൈറ്റ് അയച്ചു തന്നിരിക്കുന്നു. അത് ഒരു മഹാത്ഭുതമാണ്, അത്ഭുതം മഹാത്ഭുതമാണ്. ദാസേട്ടൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ഗാനമേളയ്ക്ക് പോലും കമ്മിറ്റിക്കാർക്ക് പോലും അദ്ദേഹം അങ്ങനെ ഒരു ഇത് അയക്കാത്ത ഒരാളാണ്. പിന്നെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള സതീഷ് ചേട്ടൻ, സതീഷ് സത്യൻ, അദ്ദേഹം പറഞ്ഞല്ലോ ഒരു 40-42 കൊല്ലത്തെ അടുപ്പുണ്ടെന്ന്. ഞാൻ സതീഷ് ചേട്ടനെ പരിചയപ്പെടുന്ന അദ്ദേഹം അഭിനയിക്കാൻ വരുമ്പോഴാണ്. മധു സാറിൻ്റെ ഉമ്മ സ്റ്റുഡിയോ, മസാന സ്വന്തം പടം ശുദ്ധികലശം, അതിൽ മധു സാറ് നായകനും പ്രതിനായകനായിട്ട് സതീഷ് ചേട്ടനായിരുന്നു. അത്ഭുതമാണത്, സതീഷ് ചേട്ടൻ അത് പ്രസൻറ്റ് ചെയ്തത്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം അഭിനയിച്ച അത് വലിയ സംഭവമായിരുന്നു. അത് ഒരു വൻ വിജയമായിരുന്നു ആ പടം. അന്നു മുതലുള്ള അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ കുറേ കാലം കഴിഞ്ഞ് സതീഷ് ചേട്ടൻ സിനിമയെല്ലാം വിട്ടപ്പോൾ സതീഷ് ചേട്ടൻ പിന്നെ ഒരു പുതിയ മേഖലയിലേക്ക് മാറി യേശുദാസിൻ്റെ തരങ്ങിണി സ്റ്റുഡിയോ ട്രിവാൻഡ്രത്ത് ആരംഭിച്ചപ്പോൾ അതിൻ്റെ മാനേജറായിരുന്നു. എൻ്റെ വീണപൂ തുടങ്ങിയ എല്ലാ പടങ്ങളിലും, ഒരുവിധം എല്ലാ പടങ്ങളും റെക്കോർഡിങ് അവിടെയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ അനശ്വര ഗാനമായ ദാസേട്ടൻ പാടിയാലെ ഒരു അനശ്വര ഗാനമാണ് എൻ്റെ വീണപൂവിലെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ എനിക്കൊരു ദുഃഖസിംഹാസനം നൽകിയ എന്നുള്ള പാട്ട്. ആ പാട്ടും റെക്കോർഡ് ചെയ്തത് തരങ്കിണിയിലാണ്. ആ റെക്കോർഡിങ് സമയത്ത് സതീഷ് ചേട്ടൻ അവിടെയുണ്ട്. അവിടെ എന്തെല്ലാം ഡേറ്റിൻ്റെ കാര്യങ്ങൾ, റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ സതീഷ് ചേട്ടൻ അവിടെ ഒരു മാനേജറുടെ ഒരു ചാടിയും കാണിക്കില്ല. എനിക്കത് അത്ഭുതമാണ്. അന്നും ഇന്നും സതീഷ് ചേട്ടൻ ആ സ്നേഹം അങ്ങനെ പങ്കുവെച്ചു എന്നുള്ളതാണ്. ഞാനിവിടെ കുറച്ച് പടങ്ങൾ വരച്ചപ്പോഴേ വിറ്റ് പോവില്ല എന്നെനിക്കറിയാം. ആ പടങ്ങൾ നാളെ മേടിക്കുമെന്ന് എനിക്കറിയില്ല. മധുസാറിനെ വരച്ചു, ഞാൻ സത്യമാഷ വരച്ചു, പ്രേമൻസിനെ വരച്ചു, ശാരദ, ഷീല, ജയഭാരതി, വിധുബാല, ഇവരൊക്കെ ഞാൻ വരച്ചു തന്നിട്ടുണ്ട്. എൻ്റെ സ്കെച്ചും പെയിൻറ്റിങ് എല്ലാം ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന ചിത്രകാരൻ സിനിമയിൽ നിന്ന് ജന്മം കൊണ്ട ഒരാളായതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും ഒരിക്കലും ആരും മറക്കാൻ കഴിയില്ല. ആ ഒരു കാലഘട്ടം ഒട്ടും മറക്കാൻ കഴിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടത്തിൽ വന്നതാണ്. ഞാനൊക്കെ മറക്കാൻ കഴിയാത്തൊരു കാര്യം, ഒരു കാർബൺ സിസ്റ്റം സംസ്കാരം നിൽക്കൊക്കെ പെട്ടെന്ന് കുറേ പേർക്ക് മനസ്സിലാവും. ഇപ്പോൾ സതീശനൊക്കെ പക്ഷെ അവിടെ നിന്ന് മനസ്സിലാവും. താരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരൊരു കാരവലിൽ ഒരു എയർ കണ്ടീഷൻ്റെ അതിനകത്ത് കയറിയിരിക്കും, ഷോട്ട് കഴിഞ്ഞ് അതിനകത്ത് കയറിയിരിക്കും. ഒരാളും പേര് ഞാൻ പറയുന്നില്ല. അവർ കയറിയ
കാറിൽ ഓട്ടോയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു നടനോ നടിയോ അവരെ കൂടെ അഭിനയിക്കുന്ന ആൾ പോലും അവരെ കാറിൽ കയറാൻ സമ്മതിക്കില്ല. ഞാൻ ചെമ്മീൻ ഷൂട്ടിംഗ് കാണാൻ പോയവരാണ് 65-ൽ. എൻ്റെ നാട്ടിലാണ്, നാട്ടികയിലായിരുന്നു. അന്ന് ഞാൻ കഴിമ്പറ വിജയം എന്നുള്ള നാടകത്തിലുണ്ടായിരുന്നു. ഒരു തിരുവോണത്തിന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. ഒരു 25 പൈസയുടെ സൈക്കിള് വാടകയ്ക്ക് എടുത്ത സൈക്കിളിൻ്റെ പുറകിൽ ഞങ്ങൾ ചെമ്മീൻ ഷൂട്ടിംഗ് കാണാൻ പോവാണ്. അപ്പോൾ കാണാൻ മോഹൻലാൽ നടൻ സത്യനെ കാണണം, മധുസാറിനെ കാണണം, ഷീലയെ കാണണം, ഒന്ന് തൊടണം, ഇത്രയും മോഹമുള്ളൂ. ഇനിയിപ്പോൾ സത്യനും മധുസാറിനും തൊടാൻ കിട്ടിയില്ലെങ്കിൽ ഷീലയെങ്കിലും തൊടാലോ എന്നുള്ളൊരു അനുഭൂതി വെച്ചിട്ടാണ് പോയത്. കാരണം പ്രായതല്ലേ, ആ ഒരു പ്രായത്തിൽ പോയതാണ് അവിടെ. കാരണം അത്ര സുന്ദരിയാണ് അവൾ. പണ്ട് വയലാറാമർമ്മ ഒരിക്കൽ പറഞ്ഞ മാതിരി ഞാൻ ഏത് പാട്ടുകളും പ്രേമഗാനങ്ങൾ എഴുതുമ്പോൾ സ്ത്രീയെക്കുറിച്ച് ഞാൻ എഴുതുമ്പോൾ വസുമതി എന്നല്ലെങ്കിൽ അതല്ലെങ്കിൽ ഏതെല്ലാം വരികൾ, ചക്രവർത്തിനി അല്ലെങ്കിൽ ഋതുമതി അല്ലെങ്കിൽ ചാരുലത, സ്ത്രീകളെ വർണ്ണിക്കുമ്പോഴൊക്കെ പുള്ളി പറഞ്ഞു വെച്ചാൽ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഷീലയാണ്. അപ്പോൾ ആ ഷീല എന്ന് തൊടാം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ പോലീസുകാർ അടിച്ചു കൊടുത്തു. ഇന്നത്തെ മാതിരി ഷൂട്ടിങ്ങൊന്നും ഇല്ലല്ലോ, അപൂർവമാണ്. ഭയങ്കര ജന, തൃശ്ശൂർ തന്നെ ജനാണ്. ആൾക്കൂട്ടത്തിന് അടിച്ചു ഓടിച്ചു. പക്ഷേ അത്ഭുതം വെച്ചാൽ ഈ ഒരു കാറിൽ സത്യം മാഷും മധുസാറും ഷീലയും രാമുകാരായിട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് കാറിൽ വന്നിറങ്ങുന്നത്. എന്ത് ചിന്തിക്കാൻ പറ്റുന്നത്? സതീഷ് ചേട്ടനറിയാം, വിനയനും നമ്മുടെ വാസനും സതീഷ് ഓരോരുത്തർക്കും ഇവർക്ക് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ സംഭവം. ആ കാലം മാറിപ്പോയി. ഞാൻ കൃഷ്ണനാഥ് സാറിൻ്റെ പടത്തിന് ഷൂട്ടിങ്ങിന് പോയിട്ട് ഹൈറേഞ്ചിൽ ഷൂട്ടിങ്ങിനാണ്. പ്രൈം മിനിസ്റ്ററാണ് നായകൻ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ അവിടെ റെസ്റ്റ് ഹൗസും കാര്യങ്ങളൊന്നുമില്ല, ഒരു തണൽ പോലും ഇല്ല. ബ്രേക്ക് വന്നപ്പോൾ ഊണ് കഴിച്ചപ്പോൾ അവിടെ ഒരു കൽവർട്ടിൻ്റെ മുകളിൽ ഒരു തോർത്തുമുണ്ട് വിരിച്ചിട്ട് നസീർ സാറും അങ്ങേ കൽവർട്ടിൻ്റെ അങ്ങേ ഭാഗത്ത് എം കൃഷ്ണനായരും കിടക്കുന്ന ഒരു ചിത്രം എന്നെപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ആരോ അത് വാട്സപ്പിൽ ഒരിക്കൽ അയച്ചിരുന്നത്. ആ കാലം പോയി എന്നുള്ളതാണ്. സിനിമ മാറി, നെഗറ്റീവും ഇല്ല, ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ എന്തെല്ലാം മാറ്റം വന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറിയപ്പോൾ എന്തെല്ലാം മാറ്റം വന്നു. മനുഷ്യൻ്റെ എല്ലാവരുടെയും മാറ്റം. നമ്മുടെ സംസ്കാരം മാറി, നമ്മുടെ ഭാഷ മാറി, നമ്മുടെ വസ്ത്രധാരണ രീതി മാറി, നമ്മുടെ പച്ച മലയാളത്തിൽ സംസാരിക്കുന്ന നമ്മുടെ ആ മലയാള ഭാഷ തന്നെ മാറി, പെരുമാറ്റം മാറി, നന്ദി കടപ്പാടും നമ്മൾ മറന്നു. ഈ കാലഘട്ടത്തിൽ നിന്നൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ നിന്നിട്ടും വിനയൻ സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. 19 നൂറ്റാണ്ട് നല്ല പടം, ഞാൻ കണ്ട പടമാണ്. പക്ഷേ അവിടെയൊക്കെ വിനയൻ അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ വിനയനെ തോൽപ്പിച്ചതാണ്, വിനയൻ തോറ്റു കൊടുത്തതല്ല. അത് വിനയൻ നേരത്തെ സുപ്രീം കോടതി വരെ പോയി എന്നുള്ളത്. സിനിമ അങ്ങനെയാണ്. വീണപൂവിന് സംസ്ഥാന അവാർഡെന്ന് പറഞ്ഞു അനൗൺസ്മെൻറ്റ് വരുന്നതിനേക്കാൾ മുമ്പ്. പക്ഷേ പിറ്റേ ദിവസം അനൗൺസ്മെൻറ്റ് വന്നത് ഭരതൻ്റെ ഏറ്റവും മോശം പടത്തിലായിരുന്നു സംസ്ഥാന അവാർഡ് കൊടുത്തത്. കാരണം ഞാൻ പുതിയ ഡയറക്ടറല്ല. പിന്നെ അമ്പിളി എന്ന് കണ്ടപ്പോൾ ഏതോ പെണ്ണാണെന്ന് വിചാരിച്ചിട്ടോ കമ്മിറ്റിക്കാർ. അത് ഭരതൻ്റെ മർമ്മരം എന്ന് പറഞ്ഞ പടം. നമ്മളത് ഒരിക്കൽ പോലും ചർച്ചയിൽ വരാത്തൊരു പടത്തിനാണ് കൊടുത്തത്. അതുപോലെ വാസം പറഞ്ഞത് എൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും ഞാനാണ് കലാസംവിധായകൻ. മധുസാറിൻ്റെ എല്ലാ പടങ്ങൾക്കും, അതായത് ശുദ്ധീകരണത്തിൽ സതീഷേട്ടൻ അഭിനയ ശുദ്ധീകരണത്തിൽ എനിക്കായിരിക്കും ഏറ്റവും നല്ല ആർട്ട് ഡയറക്ടർക്ക് അവാർഡെന്ന് സതീഷേട്ടനും അതിൽ അഭിനയിച്ച എല്ലാവരും പറഞ്ഞു. ശ്രീവിദ്യൊക്കെ പറഞ്ഞു അമ്പിളിക്കായിരിക്കും പ്രാവശ്യം അവാർഡ്. പക്ഷെ അവാർഡ് കിട്ടിയില്ല. അസ്തമയത്തിന് കിട്ടിയില്ല. സീൻ നമ്പർ 7 കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം അമ്പിളി. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു അമ്പിളി നമുക്ക് നമ്മുടെ ജയസിംഗിന് ഒരു പേരെന്തെങ്കിലും കൊടുക്കും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് വെക്കുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു കലാസംവിധാനം നമുക്ക് ജയസിംഗിൻ്റെ പേര് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിന് വേറെ എന്തെങ്കിലും ഒരു പേര് വെക്കാം, വേണ്ട കലാസംവിധാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കലാസംവിധാനം ജയസിംഗിൻ്റെ പേര് വെച്ചു. ആ കൊല്ലം കലാസംവിധാനങ്ങളുടെ അവാർഡ് ജയസിംഗിന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ പാട്ടിൻ്റെ വരികളുമാരി എൻ്റെ ആദ്യ ചിത്രത്തിന് തമ്പിസാർ എഴുതുമാരി നഷ്ടസുഖങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം നൽകി നാറും പറ്റുമെന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഞാൻ അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷേ ഞാൻ ഡയറക്റ്റ് ചെയ്ത ആ വീണപൂ ഇവിടെ അവാർഡ് കിട്ടിയില്ലെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ എരിപ്പത്തായോ KG വർദ്ധൻ്റെ യവനിയും ഭരതൻ്റെ ഓർമ്മയ്ക്കായും ഒപ്പം വീണപൂവും ഇന്ത്യൻ മനോരമയിൽ സെലക്ട് ചെയ്തു.
ഇവിടുന്ന് ഇന്ത്യയുടെ മത്സര വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലും അപ്പുറം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബ്രഷ് താഴെ വെച്ച ആളാണ് ഞാൻ. 25 വർഷം ഞാൻ എൻ്റെ നല്ല സമയം വരകര ലോകത്തു നിന്ന് മാറി വന്നു. ഏറ്റവും നല്ല പോസ്റ്റർ ഡിസൈനർക്കുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് കിട്ടിയാണ്. സീത എന്ന് പറഞ്ഞ എം ഗോവിന്ദൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പടത്തിന്, എം ഗോവിന്ദൻ്റെ കഥ. ഞാൻ എൻ്റെ പടത്തിൻ്റെ പോസ്റ്റർ പോലും ഞാൻ എസ് എ നായരും ആർക്കെയും കെത്തുമൊക്കെ ചെയ്തു. മടിയനായി ഞാൻ. വീണ്ടും ഞാൻ വരയുടെ ലോകത്തേക്ക് കടന്നു വന്നിട്ട് വെറും കേവലം 4-5 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഏകദേശം 300ഓളം പെയിൻറ്റിങ് ചെയ്തു എന്നുള്ളതാണ്. അത്ഭുതമാണത്. വിനയൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഇത്രയും സമയം കൊണ്ട് ഇത് വരച്ചു എന്നുള്ളത്. പക്ഷേ എനിക്ക് അതിനൊക്കെ നന്ദി പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ ക്യൂറേറ്ററായിട്ടുള്ള ജെൻസൺ മാത്യു, ഷിൻസിയ, ഇവരൊക്കെ എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഈ എക്സിബിഷന് ഈ പെയിൻറ്റിങ് എല്ലാം വേണ്ട വിധത്തിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത് തന്നിട്ടുള്ള ബിജുനും എൻ്റെ സതീശൻ, ഇവരോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. എൻ്റെ എല്ലാ എക്സിബിഷനും എൻ്റെ കൂടെ എൻ്റെ തോട് ചേർന്ന് നിൽക്കുന്ന പ്രതാപൻ നെല്ലിക്കത്ര എന്ന് പറയുന്ന നടനെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഇതിനേക്കാളേറെ എൻ്റെ വീണപൂവും മുതൽ എൻ്റെ പ്രധാനപ്പെട്ട സിനിമകൾക്കെല്ലാം എഡിറ്റ് ചെയ്ത എഡിറ്റർ ഗാർഗരാജനും ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. എനിക്ക് അത് അങ്ങേയറ്റം മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് അദ്ദേഹം വന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൾ നിശാന്തിനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. നടരാജൻ വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പക്ഷെ നിശാന്തിനി തിരക്കുണ്ടെങ്കിലും ആ കുട്ടി വരാമെന്ന് പറഞ്ഞു, വന്നു. പിന്നെ ഇവിടെ മുഖപരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ആരൊക്കെ പേരെടുത്ത് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് പേരുണ്ട്. ജയറാമുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് ഇതിൻ്റെ മാനേജർ, ഈ ഡേവിഡ് ഹോളിൻ്റെ മാനേജറുടെ കോഷിബായി. ഞാൻ 2019 ഞാനിവിടെ ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ സത്യനന്ദിക്കാടും ചന്ദ്രകുമാറൊക്കെ ആയിരുന്നു. അന്നത് ചെയ്തപ്പോൾ സമയത്ത് 2 ദിവസമേ പോയിട്ടുള്ള 3-ാം ദിവസം കോവിഡിൻ്റെ ലോക്ക്ഡൗൺ എനിക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ 2 വർഷം ഒരു സ്ഥലത്തും ഒന്നുമില്ലല്ലോ, എല്ലാം ഒരു ബന്ധമായിരുന്നു. മാസ്കിൻ്റെ ഒരു ലോകമായിരുന്നല്ലോ. പിന്നെ ബിനാലെ. പക്ഷേ എനിക്ക് 2 ആഴ്ച സമയം അത് അനുവദിച്ചു തന്ന. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം മാനേജറായിട്ടല്ല, ഇവിടെ എൻ്റെ ഒരു ആളായിട്ടാണ് ഇവിടെ വരുന്നവർ സ്വീകരിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. ഇന്ന് എനിക്ക് താമസിക്കാനായിട്ട് ഞാൻ വരാപ്പോൾ എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് വരുന്നത്. ജങ്കാറിൽ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചില്ല എത്താനായിട്ട്. അപ്പോൾ എനിക്കൊരു വീട് കണ്ടെത്തി തന്നു, ചെറിയ ഒരു പൈസയ്ക്ക് പോലും നല്ലൊരു വീട്, എല്ലാ സൗകര്യങ്ങളുള്ള. അപ്പം നാളെ മുതൽ ഞാൻ അങ്ങോട്ട് മാറാണ്. 15 ദിവസം നിൽക്കേണ്ട ഇവിടെ. പിന്നെ അന്ന് 5000 ഉറുപ്പ്യായിരുന്നു, ഇപ്പോൾ അത് 15000 ഇപ്പോൾ 15 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം. അത് കോച്ച് ബായിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ജോസ് ഡൊമിനിക് അതുപോലെ മൈക്കൽ ഡൊമിനിക് അവരാണത്. കാരണം ഇത് 1663 പണിത ഒരു ബിൽഡിങ്ങാണത്, ഡച്ചുകാരുടെ. അവരുടെ കൈവശമാണ് ഇപ്പോഴത്. ഇത് നോക്കുന്നത് കേസിൻ്റെ കുറിപ്പിലെ ജോസ് ഡൊമിനിക് സാറും മൈക്കൽ സാറും ഒക്കെയാണ്. ഇന്നിപ്പോഴും ഇത് കണ്ടപ്പോൾ നമുക്ക് നമ്മൾ അത്ഭുതമായിരിക്കില്ലേ, ഈ ഇത്രയും വർഷങ്ങളിലെ എത്ര നൂറ്റാണ്ടുകൾ നിൽക്കുന്നു ഇവിടെ ഒരു എക്സിബിഷൻ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും എന്നെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും എനിക്കങ്ങനെ നന്ദി പറയണ്ടല്ല. നമ്മുടെ സുരേഷുണ്ട്, അതേപോലെ തന്നെ ഡോക്ടർ രാംകുമാറുണ്ട്, വേണാട്ടനുണ്ട്, പിള്ളേരുവട്ടുന്നത്. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങളുണ്ട്. പിന്നെ എൻ്റെ സിനിമ ജീവിതത്തിൽ എൻ്റെ ഒരു നിഴലായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ജയറാമുണ്ട്, എല്ലാവരും ഉണ്ട്. ആരുടെ പേര് പറയുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോനും എൻ്റെ മോൾക്കൊന്നും ഞാൻ നന്ദി പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അത് അനാവശ്യമായ ഒരു കാര്യമാണ്. എങ്കിലും സിനിമാ രംഗത്തേക്ക് എന്ന് പറഞ്ഞൊരു കാലുവെപ്പ് എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ എൻ്റെ മോൻ കഴിഞ്ഞ പടം ചെയ്തു. ഇപ്പോൾ അടുത്ത പടം സത്യൻ്റെ മോഹൻലാലിൻ്റെ സ്വന്തം പടമാണ്. അപ്പോൾ അതിലും അവൻ വർക്ക് ചെയ്യുന്നു. ഇനി എങ്ങനെയാണെന്ന് ഒരു പൊരുത്തമല്ല ജീവിതത്തിൽ. ഞാൻ എപ്പോഴും ഏത് വേദിയിലും പറയുന്ന ഒരു വാക്കുണ്ട്, നിയോഗം എന്ന്. എല്ലാം ഒരു നിയോഗമാണ്. സതീഷ് ചേട്ടൻ ഇന്നിവിടെ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ കണ്ടുമുട്ട് വർഷങ്ങൾ വരെ എടുക്കും. അതൊരു നിയോഗമാണ്. ഇവിടെ ഉദ്ഘാടനത്തിന്
വിനയൻ വളരെ തിരക്കുള്ള ആളാണ്. ഹോസ്പിറ്റലായിരുന്നു, ഇന്നലെ പനിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് വരുന്നതിന് സംശയമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അദ്ദേഹം വന്നു എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതമായ ഒരു കാര്യമാണ്. പിന്നെ നിമിത്തം, അതിനെ ഞാൻ വളരെ വിശ്വസിക്കുന്ന ആളാണ്. ദൈവവിശ്വാസിയാണോ? ആണ്. അല്ലേ? അല്ല. താൻ പാതി ദൈവം പാതിയാണെന്നാണ്. കുറച്ച് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തോ, കുറച്ച് നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ എന്നിൽ നിന്ന് എത്ര ദൂരമാണെന്ന് എനിക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല. ഒട്ടും അറിയില്ല. എല്ലാ സ്നേഹിതന്മാരും എല്ലാ സുഹൃത്തുക്കളാണ്. അല്ല, അത് സിനിമയിൽ നിന്ന് പഠിച്ചതാണ്. ഞാനും വിനയനും സതീശേട്ടനൊക്കെ കാണുമ്പോഴെന്ന മുഖത്ത് ചായ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മുഖം മാറിപ്പോയി. ശ്രമിക്കാൻ എസ് പി പിളർന്നൊരു കാര്യമുണ്ട്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വെളിച്ചം വേണം ഷൂട്ട് ചെയ്യാൻ. വെളിച്ചത്ത് ഷൂട്ട് ചെയ്ത് ഇരട്ടത്ത് കാണുന്നതാണ് സിനിമ. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും കുറവുകളും അതിനകത്ത് കാണുന്ന എസ് പി പിള്ള പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണത്. എൻ്റെ ചിത്രപ്രദർശനത്തിന് വളരെ ദൂരത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്നുള്ളതെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇതിൽ കൂടുതൽ ആൾക്കാർ വരുമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 മണിക്ക് 4 മണിക്ക് അതുകൊണ്ട് വേഗം നേരത്തെ പോകുമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ കുറച്ച് ലേറ്റായി പോയി. ഈ പടങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ കുറേ സമയമെടുത്തു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എൻ്റെ ചിത്രപ്രദർശനം ഒരു വിജയമാവട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പടങ്ങൾ പലതും വിറ്റുപോകണം, എന്നാലേ രക്ഷയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതേപോലെ തന്നെ പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ ഈ സഹകരണം എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ മനസ്സിനോടൊപ്പം നിങ്ങളുണ്ടാവണം. കാരണം നാളെ എന്താ നമുക്കറിയില്ല. അതിനെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ കൃഷ്ണനാരായണ സാറിൻ്റെ ഒരു പടത്തിലെ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോവതറിയാതെ, വെയിലറിയാതെ നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭന നിന്നാഥൻ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. വെയിലറിയാതെ വർഷങ്ങൾ, മഴയറിയാതെ വർഷങ്ങൾ പോകുന്നതറിയാതെ. എൻ കക്കാടിൻ്റെ ഒരു കവിതയുണ്ട്, സബലമേ യാത്ര. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിലും പൂ വരും, കായ് വരും. അപ്പോൾ ആരെന്ന് എന്തെന്ന് ആർക്കറിയാം? അതാണ് മനുഷ്യ ജീവിതം. ഞാൻ എൻ്റെ ചിത്രത്തിൽ പാർത്തി വെച്ചത് മുഴുവനും ജീവിതത്തിൻ്റെ പല ചിത്രങ്ങളാണ്. എൻ്റെതായ ഭാവനയിൽ നിന്ന് വിട്ടുകൊണ്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ ഭാവന ഒരു സീനറി പോലും വരയ്ക്കുമ്പോഴും അതെൻ്റെ മനസ്സിലുള്ള സീനറിയാണ്. ഒരു മുഖം വരയ്ക്കുമ്പോൾ പോലും, ജയഭാരതി ആണെങ്കിൽ സത്യമാഷാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ഭരതൻ ടച്ച് എന്ന് പറയുന്ന കാര്യം, അതിനകത്തൊരു അമ്പിളി ടച്ച്. എനിക്ക് ഇത്ര സമയം നിങ്ങൾ ദൂരത്തുനിന്ന് വന്ന് വിനയനെയും സത്യസത്യേട്ടനെയും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ പങ്കുചേർന്നുകൊണ്ട് ഈ സായം സന്ധ്യ ഇത്രയും ഒരു വർണ്ണോജ്വലമായ ഒരു സന്ധ്യയാക്കി മാറ്റി തന്നതിൽ എല്ലാവരോടും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. നന്ദി എന്ന് പറയുമ്പോൾ ഞാനത് തിരിച്ചെടുക്കുകയാണ്. നന്ദി എന്ന് പറഞ്ഞതിൽ ആ വാക്ക് തെറ്റായാണെന്ന് ഉപയോഗിക്കുന്നത്. ഒരു നന്ദിയില്ല, കടപ്പാടില്ല. നിഘണ്ടുവിൽ പോലും അതിനർത്ഥം മാറുമെന്ന് എനിക്കറിയില്ല. ഗുണ്ടട്ടൻ്റെ നിഘണ്ടു എന്നെടുത്തത് ആദ്യം മറച്ചു നോക്കേണ്ടി വരും നമ്മൾ, അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്. ഇന്നാണ് ഞാൻ മതത്തിനെ കുറിച്ച് നോക്കിയപ്പോൾ, എൻ്റെ നിഘണ്ടുവിൽ നോക്കിയപ്പോൾ മതം എന്നുള്ളതിൻ്റെ അർത്ഥം ആഗ്രഹം, സ്നേഹം ഒക്കെയാണ് എൻ്റെ അർത്ഥം മതത്തിൻ്റെ. പക്ഷെ മതത്തിൻ്റെ ആ അർത്ഥമാണോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയം പറയാൻ എനിക്കറിയില്ല, മതത്തിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ തന്നെ എനിക്കറിയില്ല. എന്നെക്കുറിച്ച് നിങ്ങളെല്ലാവരും പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 15-ാം തീയതി വരെ
ഈ എക്സിബിഷൻ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ വന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളോട് മറ്റുള്ളവരോട് വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വെച്ചിട്ട് എന്നോട് വിനയം തന്നെ പറഞ്ഞു, അമ്പിളിയേട്ടാ ഞാൻ എൻ്റെ FCയിൽ തന്നെ ഞാനത് FBയിൽ ഞാനത് അയക്കാൻ പോവാണ്. എൻ്റെ മോൾ എന്നോട് പറയാം, അച്ഛൻ അയക്കുന്ന എല്ലാവരോടും പറയണം, താരങ്ങളോട് അവരോട് അവരുടെ ഇതിൽ അയക്കണം. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷെ ആദ്യമായിട്ടാണ് വിനയൻ എന്നോട് പറയുന്നത് ഞാൻ എൻ്റെ ഇത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ നന്ദിയുണ്ട് കേട്ടോ, അത് മറക്കാൻ കഴിയില്ല. സതീശേട്ടാ, സ്നേഹം, കടപ്പാട്, ഇതൊക്കെ എല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു. നന്ദി മനസ്സിൽ സൂക്ഷിക്കുന്നു. നമസ്കാരം. OMC presents a journey through Ambli's world of art. വളരെ നന്ദി അമ്പിളി അങ്കിൾ. ആക്ച്വലി ഈ ഒരു എക്സിബിഷൻ ഹാളിലേക്ക് വന്നപ്പം ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ഞാൻ നോക്കുമ്പോൾ അമ്പിളി അങ്കിള് പെയിന്റിങ്സ് വെക്കാൻ സ്ഥലമില്ലാണ്ട് മീൻസ് സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുക. അത്ര പെയിന്റിങ്സ് ഉണ്ട്. എല്ലാവരും പറയുന്ന പോലെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ബട്ട് എനിക്കറിയില്ല, ഞാൻ പെയിന്റ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് എൻ്റെ ബേബി സ്റ്റെപ്സ് വെച്ച് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ പെയിന്റിങ്ങിൽ. വെൻ ഐ ആസ്ക് ഹിം ഡൗട്ട്, ഒരു സെക്കൻഡ് റിങ്ങിൽ തന്നെ കോൾ എടുത്തിട്ട് എനിക്ക് ഡൗട്ട്സ് പറഞ്ഞു തരും. ആൻഡ് ഒരു ഈഗോ ഇല്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അമ്പിളിയങ്ങളാണ്. കാര്യം ഞാനൊരു പെയിന്റിങ് വരച്ചാലും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കും. സോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ ആളുകളെന്ന്. ലൈക്ക് ഇത്രയും പെയിന്റിങ്സ് വെച്ച് ഐ തിങ്ക് ഒരു മോർ ദാൻ 300-500 പെയിന്റിങ്സ് ആ ഒരു എക്സിബിഷൻ ഹാളിലുണ്ട്. അങ്കിൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ലേസിയാണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കത്തൊന്നുമില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. ലൈക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു സോ മച്ച് അമ്പിളി അങ്കിൾ. അതുപോലെ തന്നെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് ഈ ഒരു എക്സിബിഷൻ ഹാളിൽ വന്ന പ്രിയപ്പെട്ട വിനയൻ സർ, പ്രിയപ്പെട്ട സതീഷ് സർ, ഒരുപാട് നന്ദി. സോ അതുപോലെ തന്നെ നിങ്ങൾക്കും ഒത്തിരി നന്ദി. OMC presents a journey through Ambli's world of art. February 1st മുതൽ, അതായത് ഇന്ന് മുതൽ February 15th വരെ ഈ പെയിന്റിംഗ് എക്സിബിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, വന്ന് സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സിബിഷൻസ് പോലെ തന്നെ ഇതും വിജയകരമായി നടക്കട്ടെ. ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു അവസരം തന്നെ.